Hi friends, welcome to Aachi's scookworld. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നൊരു വളരെ വ്യത്യസ്തമായൊരു കേക്കാണ്. അതായത് നമ്മളെ വീട്ടിൽ ദോശമാവൊക്കെ ബാലൻസ് വന്നാൽ നമ്മൾ പിന്നെയും ഒരുപാട് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ അത് ഇങ്ങനെ അവിടെ ആർക്കും വേണ്ടാതെ അതിവിടെ അങ്ങനെ കിടക്കും ബാലൻസ് ആയിട്ട്. അപ്പോൾ ആ ദോശമാവ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഡ്രൈ ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണണ്ടേ? അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഇടാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ബാലൻസ് വന്ന ദോശമാവ് വെച്ച് അടിപൊളി കേക്ക് തയ്യാറാക്കാം. അപ്പോൾ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ദോശമാവ് 2 കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. തലേദിവസം അരച്ച് വെച്ചിരുന്ന 2 കപ്പ് പുളിച്ച ദോശമാവ്. അതിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും ഡേറ്റ്സും കിസ്മിസും ഇത്രയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും നട്ട്സോ ഫ്രൂട്ട്സോ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. റവ ചേർത്ത് കൊടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ആ കേക്ക് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ TutiFruti. ഈ TutiFruti ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ TutiFruti. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് TutiFruti എടുക്കാം, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര അളവ് ചേർക്കുക. പിന്നെ ഞാനിവിടെ നെയ്യ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, ആ ദോശമാവിൻ്റെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് റവ ചേർത്ത് കൊടുക്കുകയാണ്. റവ ചേർത്ത് കൊടുത്ത് നമുക്കിതിനൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ റവ ചേർത്ത് കൊടുത്ത് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷേ ബാറ്റർ ഒരുപാട് കട്ടിയായി പോവുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ സാധാരണ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ പഞ്ചസാര അലിഞ്ഞിട്ട് ഒന്നും കൂടെ ലൂസ് ആവാനാണ് ചാൻസ്. പിന്നെ അതേപോലെ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ ബട്ടർ ഉപയോഗിക്കാം. അതേപോലെ വാനില എസൻസ്, ഇത് ഇത്രയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കല്ലേ, അപ്പോൾ കേക്കൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ മാവ് ഉപ്പിട്ടാണ് അരച്ച് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉപ്പിടാത്തത്. ഇല്ലെങ്കിൽ ഉപ്പിട്ടേക്കുക. ഇത് ഉപ്പിട്ട് തന്നെ അരച്ച് വെച്ചിരിക്കുന്ന ദോശമാവായതുകൊണ്ടാണ് ഉപ്പിടാത്തത്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഡേറ്റ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ആപ്രിക്കോട്ടോ ഒക്കെ കിട്ടുന്നെങ്കിൽ അതും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ TutiFruti, ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം. പിന്നെ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ എണ്ണയോ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ നെയ്യ് തന്നെയാണ് വീണ്ടും ഗ്രീസ് ചെയ്ത് തേച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഇനി ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒരു കടായി നേരത്തെ കൂട്ടി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. കണ്ട, അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ദോശമാവ് വെച്ചിട്ട് ഇതിൽ നിങ്ങൾക്കിപ്പോൾ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ആയിട്ട് കേക്ക് റെഡിയായി കിട്ടും കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ. അങ്ങനെയും ട്രൈ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഒരു വെറൈറ്റി ആയിട്ടില്ലേ? അപ്പോൾ ഇനി വെറുതെ ദോശമാവൊന്നും നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ. ഇങ്ങനെ കുട്ടികൾക്കൊരു 4 മണി പലഹാരമായിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതേപോലെ ഉണ്ടാക്കേണ്ട വിധം എല്ലാം താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.